എന്റെ പെൺകുട്ടിയാണ് ഇത് ഈ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ആളെ കണ്ടോ? ഇതാണ് ഞാൻ തേടി കണ്ടുപിടിച്ച നെഹ PS. എങ്ങനെയുണ്ട്? 50ാമത്തെ വയസ്സിൽ വിവാഹം. എന്താ താങ്കൾക്ക് പറയാം? ആഹാ, ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവനും രാജേഷിന്റെ കല്യാണം ഉറപ്പിക്കലിന് പിന്നാലെയാണ് അല്ലെ. കേരളക്കാരെ മൊത്തം ഏറ്റെടുത്തൊരു കല്യാണം ഉറപ്പിക്കലായിരുന്നു രാജേഷിന്റെ. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ രാജേഷിന് ഇപ്പൊ പ്രായം 50 വയസ്സാണ്. അങ്ങനെ 50ാം വയസ്സിലാണ് അയാളുടെ ഉറപ്പിക്കൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായി. എന്തായാലും ആ വീഡിയോസ് എല്ലാം കണ്ട് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള കല്യാണം ശരിയാവാത്ത എല്ലാ ആണുങ്ങൾക്കും മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്വതവേ ഇപ്പൊ കണ്ടുവരുന്ന രീതി എന്താണെന്ന് വെച്ചാൽ 30 വയസ്സ് കഴിഞ്ഞാണെങ്കിൽ പെണ്ണ് കെട്ടാത്ത അവസ്ഥയാണ്. എന്നാൽ അങ്ങേര് ഇത് 50ാം വയസ്സിൽ നടത്തി കാണിച്ചല്ലോ. അങ്ങനെ ആശാന മാവും പൂത്തു. അപ്പൊ കല്യാണം കഴിക്കാൻ എന്തേ ഇത്ര വൈകിയത് എന്നൊരു സംശയം പലർക്കും ഉണ്ടാകും. അതിന്റെ കാരണം രാജേഷ് തന്നെ പറയുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ രാജേഷിന്റെ ബിസിനസ് ആകെ പൊട്ടിപ്പോയി. അങ്ങനെ ഫുൾ സാമ്പത്തിക നഷ്ടമുണ്ടായി. അത് വീട്ടാൻ നിന്നു. അങ്ങനെ കുറെ വർഷം പോയി. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഫുൾ റിലാക്സ്ഡ് ആയി ഇരിക്കുമ്പോഴാണ് ഈ ആലോചന വരുന്നതും ഉറപ്പിക്കൽ നടക്കുന്നതും. എന്തായാലും നമുക്ക് രാജേഷിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കണ്ടോക്കാം. ഹായ്, ഞാൻ രാജേഷ്. തൊട്ട് ആ മൂളിൽ നിന്നിട്ടോ എന്റെ നാടും ജീവിതത്താണ് മൊത്തം ആളുകൾ. കല്യാണം ഒരുപാട് വഴി കഴിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. കല്യാണം പല കാരണങ്ങളും വഴി പോണത്. ആ കൊടുത്തിപ്പെട്ട ആളാണ് ഞാൻ. എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പൊട്ടി, സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളൊന്നും, അങ്ങനെ നാട്ടിലും വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത പല അവസ്ഥകളും. ഇപ്പൊ അങ്ങനെ അവിചാരിതമായിട്ടിരിക്കാല്ലേ നമ്മുടെ സുഹൃത്ത് മുഴുവൻ എന്റെ പെൺകുച്ചിനെ പരിചയപ്പെട്ടു, കണ്ടു, ഇഷ്ടം തോന്നി. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ പെൺകൊച്ച് എന്റെ വീട്ടിലേക്ക് വന്ന ദിവസമാണ്. ഇന്നാണ് എന്റെ കല്യാണ ഉറപ്പിക്കൽ. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ കാര്യങ്ങള്. ഞാൻ പറഞ്ഞ എന്റെ പെൺകുട്ടിയാണ് ഇത് ഈ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ആളെ കണ്ടോ? ഇതാണ് ഞാൻ തേടി കണ്ടുപിടിച്ച നെഹ PS. ആഹാ, എന്ത് രസാണല്ലേ വീഡിയോ കാണാൻ. അവിടേക്ക് വൈകി വന്ന ഈ വസന്തം അയാൾക്ക് സന്തോഷം മാത്രം നൽകട്ടെ. ഇനിയിപ്പോ എല്ലാവരും രാജേഷിന്റെ കല്യാണത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും രാജേഷ് പല കാരണങ്ങൾ കൊണ്ട് കല്യാണം നടക്കാത്ത ആളുകൾക്ക് ഒരു പ്രചോദനമാണ്. അതുപോലെ തന്നെ രാജേഷിനെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഒരു 50 വയസ്സൊന്നും പറയൂലട്ടോ. ഇനിയിപ്പോ മുടി ഡൈ ചെയ്തത് കൊണ്ടാണെന്നൊന്നും അറിയൂല. കാണുമ്പോൾ കൂടി ഇപ്പൊ ഒരു 40 വരെയൊക്കെ തോന്നത്തുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം നമ്മുടെ രാജേഷിന്റെ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കുറെ ആളുകളുണ്ടല്ലേ രാജേഷിനെ പോലുള്ളവർ. വീടും വീട്ടുകാരെയും നോക്കുന്നതിനടുക്ക് സ്വയം ജീവിക്കാൻ മറന്നുപോയവർ, സ്വന്തം പ്രാരാബ്ദങ്ങളിലേക്ക് മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് ചിന്തിച്ചവർ. അങ്ങനെ അവരൊന്ന് സെറ്റായി വരുമ്പോഴേക്കും പ്രായം കൂടിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു പ്രായം എത്തുമ്പോൾ കല്യാണം നടക്കാതെ ജീവിച്ചത് എന്തിനാണെന്ന് പോലും അറിയാതെ മരിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. പെണ്ണിന്റെ പ്രായം 27 ആണെന്നൊക്കെ ചിലടുത്ത് കണ്ടിട്ടുണ്ട്. എന്തായാലും പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ പ്രായം തന്നെയാണ് പെൺകുട്ടിക്കുള്ളത്. തീർന്നില്ല, രാജേഷിനും ചെറിയൊരു വീഡിയോ കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി കണ്ടോക്കാം. എന്റെ പെൺകുട്ടിയാണ് ഇത് ഈ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ആളെ കണ്ടോ? ഇതാണ് ഞാൻ തേടി കണ്ടുപിടിച്ച നെഹ PS. എങ്ങനെയുണ്ട്? 50ാമത്തെ വയസ്സിൽ വിവാഹം. എന്താ താങ്കൾക്ക് പറയാം? ഈ 50 വയസ്സ് വരെ ഞാൻ തയ്ക്കാൻ പറ്റപാടെ എനിക്കറിയാം. മാത്രമാണ് ഷുഗർ, സ്നേഹത്തിന് ഷുഗർ ഉണ്ട്. പ്രഷർ കയറും എനിക്ക്. ഡൈ അങ്ങനെ കമ്പനി ഒന്നുമില്ല. കൈ കിട്ടുന്ന കുറച്ച് എന്റെ ഡൈ. താങ്കൾക്ക് പിക്കപ്പ് ഉണ്ടോ എന്നൊരു സംശയം. അതിപ്പോ ഞാനല്ല പറയേണ്ട ആള്. ഈ ഒരു അമൂല്യ നിമിഷത്തെ കുറിച്ച് എന്താ പറയാനുള്ള? സന്തോഷമായി. അപ്പൊ ഇനി എന്താ കല്യാണം അറിയില്ല, ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും പോയിട്ട് വാ. ആഗസ്റ്റില് നിങ്ങൾ തീരുമാനിച്ചാലും ഞങ്ങൾ എന്നോട് പറഞ്ഞു. വേറെ ആരോട് സംസാരിക്കണം മാത്രം സംസാരിക്കണം. ഓക്കെ, ടാറ്റ, വിട്ടോ. കണ്ണനോട് സംസാരിച്ചു. ആഹാ, വീഡിയോയിൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള രാജേഷിന്റെ മറുപടിയാണ്. സ്നേഹത്തിന് പിന്നെ ഷുഗർ ഉണ്ടാവില്ല എന്നുള്ള ആ മറുപടി. ആളിപ്പോ മൊത്തം മധുര 17 നിറവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. ഷുഗർ, പ്രഷർ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ ഊക്കുമ്പോൾ രാജേഷ് നല്ല ഹാസ്യത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ പറയാ, 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വന്നു തുടങ്ങുന്ന പ്രായമാണല്ലോ. അതിനെ കുറിച്ചൊന്നും എന്തായാലും രാജേഷ് അങ്ങനെ വിട്ടു പറയുന്നില്ല. അതുപോലെ തന്നെ രാജേഷിന്റെ വധുവായിട്ടുള്ള നേഹയുടെ കാര്യവും പറയാതെ വയ്യ. ഒരു 50 വയസ്സുകാരനെ കെട്ടുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളെല്ലാം കണക്കിലെടുത്ത് തന്നെ ആവണമല്ലോ അവൾ വിവാഹത്തിന് മുൻകൈ എടുത്തത്. എന്തായാലും
ഓഗസ്റ്റിലായിരിക്കും അധികം ഇവരുടെ കല്യാണം ഉണ്ടാവുക. അതിനെ ബേസ് ചെയ്ത് ഒരുപാട് പോസ്റ്റുകളും വീഡിയോകളും ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ രാജേഷിനെ പോലെ വൈകിയാണെങ്കിലും കല്യാണ സൗഭാഗ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ന് കല്യാണം കഴിക്കാൻ കുറച്ച് ആളുകൾ പേടിച്ചിരിക്കുകയാണ്. എന്തായാലും അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ അടുത്ത് നടന്ന മറ്റൊരു കേസിനെ കുറിച്ചാണ്. അതെ, ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്ന കേതൻ അഗർവാൾ കൊലക്കേസ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പൂനെയിൽ ഒരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു ഈ പറയുന്ന കേതൻ അഗർവാൾ. അങ്ങനെ കേതൻ അഗർവാളിന്റെ വിവാഹം സിയ ഗോയൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ഉറപ്പിച്ചതായിരുന്നു. രാജസ്ഥാനിലെ ഉദയ് പാലസിൽ ഏകദേശം 17 കോടി രൂപ ചെലവിൽ ആഡംബര വിവാഹം നടത്താനായിരുന്നു ഇവരുടെ പ്ലാൻ. എന്നാൽ വിവാഹങ്ങൾക്ക് മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. 2026 ജൂൺ 18 ഇരുവരും പ്രീ വെഡിങ് ട്രക്കിന്റെ ഭാഗമായിട്ട് ലോഹഗഡ് കോട്ടയിലേക്ക് പോയത്. അവിടെ വെച്ചൊരു അപകടം ഉണ്ടായി. ട്രക്കിനിടെ ഫോട്ടോ എടുക്കുന്നതിനിടെ കേതൻ കാൽ വഴുതി താഴോട്ട് വീഴുന്നാണ് സിയ ആദ്യം പോലീസിനോട് പറഞ്ഞത്. അപകടത്തിൽ മരിച്ചു എന്ന് വിശ്വസിച്ച പോലീസ് തുടക്കത്തിൽ അതേ രീതിയിൽ തന്നെയാണ് കേസ് പരിശോധിച്ചത്. എന്നാൽ പിന്നെയാണ് ട്വിസ്റ്റുകളുടെ ചാകര. കേതൻ വഴുതി വീണ് മരിച്ചതല്ല, അവൻ അവിടെ വെച്ച് സിയയും അവളുടെ കാമുകനും ചേർന്ന് കൊല്ലുകയായിരുന്നു. എന്തായാലും അവളെയും വിശ്വസിച്ചു പോയി. അവരുടെ കല്യാണം സ്വപ്നം കണ്ട് നടന്ന് കേതിന് കിട്ടിയത് മരണം മാത്രമാണ്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് നമുക്കൊന്ന് കണ്ടോക്കാം. പൂനെയിലെ വ്യവസായി കേതൻ അഗർവാളിന്റെ കൊലപാതക കേസിൽ സിയ ഗോയലിനെതിരെ വെളിപ്പെടുത്തലുമായി കാമുകൻ ചേതൻ ചൌധരി രംഗത്ത് വന്നിരുന്നു. കേതനുമായുള്ള വിവാഹ നിശ്ചയം റദ്ദാക്കി തന്നോടൊപ്പം വരാൻ സിയ തയ്യാറായിരുന്നില്ലെന്ന് ചേതൻ പോലീസിന് മൊഴി നൽകി. ഒളിച്ചോടിയാൽ സ്വന്തം കുടുംബത്തിന് നാണക്കേടാകുമെന്ന സിയയുടെ ഭയമാണ് കേതന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ചോദ്യം ചെയ്യലിൽ ചേതൻ സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം കേതനെ കൊലപ്പെടുത്തിയ ശേഷം ഇതൊരു അപകടമാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിയായ സിയ ഗോയൽ സോഷ്യൽ മീഡിയയിലിട്ട ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്റെ ജന്മദിനത്തിൽ തന്നെ അവൻ എന്നെ തനിച്ചാക്കിപ്പോയി എന്നായിരുന്നു കേതന്റെ മരണത്തിന് ശേഷം സിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. എന്തായാലും അവളുടെ ഒരു തൊലിക്കെട്ടി നോക്കണേ. ആ പാവ ചെക്കനെ കൊന്നിട്ട് ഇവള് സ്റ്റോറി ഇട്ടേക്കുവാണ്. എന്റെ ബർത്ത്ഡേക്ക് കാത്തു നിൽക്കാതെ അവന് പോയി എന്ന് പറഞ്ഞു. കുടുംബത്തിന് നാണക്കേടാവുന്ന കരുതിയിട്ടാണ് പോലും അവൾ കല്യാണത്തിന് നോ പറയാതിരുന്നത്. ഇപ്പൊ ചെയ്ത കൊലപാതകം പിന്നെ കുടുംബത്തിന് അന്തസ് കൂട്ടുന്ന പരിപാടിയാണല്ലോ. ഇപ്പോൾ ഒരു നോ പറഞ്ഞതിനേക്കാളും എളുപ്പം ഒരാൾ കൊല്ലുന്നതാണല്ലോ. ഓരോന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാക്കുന്നു. എന്തായാലും ബാക്കി കേട്ടോക്കാം. ഒരു ട്രക്കിംഗ് അപകടമെന്ന് കരുതിയിരുന്ന ഈ സംഭവം പൂനെ റൂറൽ പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സിയ ഗോയലും അവരുടെ കാമുകനായ ചേതൻ ചൌധരിയും ചേർന്നാണ് കേതൻ അഗർവാളിനെ കോട്ടയിൽ വെച്ച് 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് തള്ളിയിട്ടത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒന്നും അറിയാത്ത പോലെ അവൾ പെരുമാറി. ആ പ്രതിശ്രുത വരനെ കൊക്കയിലേക്ക് തള്ളിയിട്ട ശേഷം വെറും ഒരു അപകട മരണമെന്ന് വരുത്തി തീർക്കാൻ സിയ കാണിച്ചത് കൊടും ക്രൂരതയായിരുന്നു. കുറ്റബോധത്തിന്റെ ഒരു കണിക പോലുമില്ലാതെയാണ് സിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത്. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ മരണശേഷവും സിയയുടെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. തന്റെ പ്രതിശ്രുത വരൻ മരിച്ചതിലുള്ള യാതൊരു സങ്കടവും ആ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഒരു സംശയമുണ്ടായത്. ആ സംശയം പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി വിശാൽ അഗർവാളിന്റെ മകനും കമ്പനി ഡയറക്ടറുമായിരുന്നു കൊല്ലപ്പെട്ട കേതൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കേതന്റെ സഹോദരിക്കാണ് ആദ്യം സംശയം തോന്നിയത്. സിയയുടെ മുഖഭാവങ്ങൾ കണ്ടിട്ടാണ് സഹോദരിക്ക് സംശയം തോന്നിയത്. പിന്നീട് ആ സംശയം പോലീസിനോട് പറയുകയും പോലീസ് പിന്നീട് കാര്യമായി അന്വേഷിച്ച് അവളുടെ മെസ്സേജുകളും സഞ്ചരിച്ച വഴികളും എല്ലാം ചെക്ക് ചെയ്തു. അവളുടെ ബർത്ത്ഡേ അടിപൊളിയാക്കണമെന്ന് അവളെക്കാളും ആഗ്രഹിച്ചത് കേതനായി. അവനും കരുതിയത് ഇവളെ കാണിക്കുന്നത് മുഴുവനും യഥാർത്ഥ പ്രണയമാണെന്നാണ്. എന്നിട്ടോ ഒരു ദയം കൂടാതെ കാമുകന്റെ കൂടെ ജീവിക്കാൻ അവൾ അവനെ കൊന്നു. ഇനിയിപ്പോ അവൾക്ക് ജയിലിൽ സുഖമായിട്ട് കഴിയാം. എന്തായാലും കേതന്റെ സഹോദരിയുടെ സംശയത്തിൽ ഊന്നിയുള്ള അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുന്നത്. അതിനെ കുറിച്ചുകൂടി ന്യൂസിൽ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. പരിചയസമ്പന്നനായ ഒരു ട്രക്കർ ആയതിനാൽ ഒരിക്കലും ഇത്തരത്തിൽ വഴുതി വീഴില്ലെന്ന് കുടുംബം ഉറപ്പിച്ചു പറഞ്ഞതാണ് പോലീസിനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിച്ചത്. അന്വേഷണത്തിനിടെ പോലീസിന്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ സംശയമാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ കാരണമായത്. ജൂണിൽ 33 ഡിഗ്രി സെൽഷ്യസ് കടുത്ത ചൂടിൽ ഒരു യുവാവ് കോട്ടയുടെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം ഹുഡി ധരിച്ച് നടന്നു പോകുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. കടുത്ത വേനച്ചൂടിൽ എന്തിനാണ് ഒരാൾ മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള ഹുഡിയും അതിന് മുകളിൽ ഹെഡ്സെറ്റും ധരിച്ച് നടക്കുന്നെന്ന പോലീസിന്റെ ചോദ്യം അന്വേഷണത്തിൽ നിർണായകമായി മാറി. CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ ഈ യുവാവ് സിയയെയും കേതനെയും നിരന്തരം പിന്തുടരുന്നതായി കണ്ടെത്തി. ഒരു ഘട്ടത്തിൽ സിയ പെട്ടെന്ന് പിറകിലേക്ക് നോക്കുമ്പോൾ ഈ യുവാവ് ഒളിക്കാനായി പെട്ടെന്ന് നിലത്തിരിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ഹൂഡി ധരിച്ച യുവാവ് സിയയുടെ കാമുകനായ ചേതനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കൃത്യം നടക്കുന്ന ദിവസം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ചേതൻ തന്റെ മൊബൈൽ ഫോൺ സ്വന്തം കടയിൽ വെച്ചിട്ടാണ് ലോഹഗഡിലേക്ക് പുറപ്പെട്ടത്. കടയിലെ ജീവനക്കാരന്റെ ഫോണാണ് യാത്രയിലുടനീളം ഉപയോഗിച്ചത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5:40 വരെ ചേതന്റെ ഫോണിലെ ഇന്റർനെറ്റ് കണക്ഷനും ഓഫാക്കി വെച്ചതും പോലീസിൽ സംശയം കൂട്ടി. ഇതിനിടെ സംഭവ ദിവസം ചേതന്റെ നമ്പറിലേക്ക് വിളിച്ച ആളുകളെ എല്ലാം പോലീസ് ചോദ്യം ചെയ്തു. ഫോൺ എടുത്തത് ചേതനല്ലെന്നും അദ്ദേഹത്തിന്റെ കടയിലെ ജീവനക്കാരാണെന്നും വിളിച്ചവർ സ്ഥിരീകരിച്ചതോടെ ചേതൻ ഉണ്ടാക്കിയ വ്യാജ വാർത്ത അല്ലെങ്കിൽ ആ കഥ തകരുകയായിരുന്നു. ഒടുവിൽ സിയും കേതനും
കോട്ടയുടെ ഒഴിഞ്ഞ അഗാധമായ മലടിക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ ചേതൻ ഇരുവർക്കൊപ്പം ചേരുകയും ഇരുവരും ഒന്നിച്ച് കേതനെ കൊക്കയിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമായി സിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ചേതനുമായി മണിക്കൂറുകളോളം നീണ്ടുനിന്ന 1000-ലധികം കോളുകൾ പോലീസ് കണ്ടെത്തി. തുടർന്ന് ചേതന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് CCTVയിൽ കണ്ട ഹുഡി ധരിച്ച യുവാവിന്റെ ശാരീരിക രൂപവുമായി അതിന് കൃത്യമായ സാമ്യമുണ്ടെന്ന് ഉറപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ സിയും കേതനും കുടുംബത്തോട് വിവാഹം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നതും വ്യക്തമാവുന്നു. ജൂൺ 18 വിജയകരമായ കൊലപാതകത്തിന് മുൻപ് പലതവണ ഇവർ കേതനെ വധിക്കാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മെയ് 31 സിയ കേതനെ ഇതേ ലോഹഗഡ് കോട്ടയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൊക്കയിലേക്ക് തള്ളിടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഭാഗ്യവശാൽ സമീപത്ത് ഒരു കുറ്റിക്കാട്ടിൽ പിടിച്ചു നിന്നതിനാൽ കേതൻ രക്ഷപ്പെട്ടു. എന്തിനാണ് തള്ളിയെന്ന് ചോദിച്ചപ്പോൾ പാമ്പിനെ കണ്ട് പേടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചതെന്ന സിയുടെ നുണ ആ കേതൻ അങ്ങ് വിശ്വസിക്കുകയായിരുന്നു. എന്തായാലും പുനെ പോലീസ് നടത്തിയ നിർണായകമായ അന്വേഷണത്തിനൊടുവിലാണ് അവിശ്വസനീയമായ കൊലപാതകത പുറംലോകം അറിയുന്നത്. കേട്ടിട്ട് എന്നെ പേടിയാക്കുന്നു. എന്തായാലും നല്ലോണം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു കൊലപാതകം തന്നെയാണ്. പിന്നെ വാർത്തയിൽ പറയുന്നുണ്ടല്ലോ, ആദ്യമായിട്ടല്ല സിയ കേതനെ കൊല്ലാൻ നോക്കുന്നത്. ഇതിനു മുമ്പേയും സിയ കേതനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പാവം കേതൻ. അന്ന് സിയയുടെ മേൽ എന്തെങ്കിലും സംശയം കേതന് തോന്നിയിരുന്നെങ്കിൽ ഈ കൊലക്ക് മുന്നേ അവൾ പിടിക്കപ്പെട്ടേനെ. അവൻ ഇന്ന് മരണപ്പെടുകയും ചെയ്യില്ലായിരുന്നു. ഒരു കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണ് ഇന്ന് കൊലപാതകത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും ഇങ്ങനൊരവസ്ഥ ആർക്കും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരിടത്ത് പെണ്ണ് കിട്ടാത്തവർക്ക് എങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടുമെന്ന് രാജേഷിന്റെ വീഡിയോ കണ്ട് പ്രതീക്ഷ വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ വാർത്തകൾ വരുന്നത്. ഇതിപ്പോ ആണുങ്ങൾക്കും പെണ്ണ് കിട്ടുന്നില്ല. അഥവാ ഇനി കിട്ടുന്ന പെണ്ണാണെങ്കിൽ സിയെ പോലുള്ള പെണ്ണാകുമോ എന്ന് ആലോചിച്ച് ഭയന്നിരിക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ നാട് ഇത് അങ്ങോട്ടാണ് പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.